എൻ്റെ പ്രൈമറി സ്കൂൾ മുതൽ മാസ്റ്റേഴ്സ് ഡിഗ്രി വരെ ധാരാളം മറക്കാൻ കഴിയാത്ത അധ്യാപകർ എനിക്കുണ്ടായിരുന്നിട്ടുണ്ട്. അവരെൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച വ്യക്തികളാണ്. പക്ഷെ അതിൽ ഒരാളെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഞാൻ ഓർക്കുന്നത് ഡോക്ടർ അയ്യപ്പ പണിക്കരെയാണ്. അന്ന് അദ്ദേഹം ഇതുപോലെ പ്രശസ്തനായ ഒരു കവിയോ എഴുത്തുകാരനോ ഒന്നുമായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഞങ്ങളെ വളരെയധികം ആകർഷിച്ചു. ആദ്യമൊക്കെ ഞങ്ങൾക്ക് തോന്നി മറ്റ് ഇംഗ്ലീഷ് പ്രൊഫസർമാരെ പോലെ അദ്ദേഹം നിർത്താതെ പ്രസംഗിക്കുന്നില്ല, പല തരത്തിലുള്ള കഥകൾ പറയുന്നില്ല, നിർത്തി ഇംഗ്ലീഷ് പറയുന്നു എന്നൊക്കെ ഒരു നെഗറ്റീവ് ഫീലിംഗാണ് ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായത്. പക്ഷെ അതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എത്ര ബുദ്ധിശക്തിയുള്ള, കഴിവുള്ള, വളരെയധികം വാസനകളുള്ള ഒരു വ്യക്തിയാണ് അതെന്ന്. അത് ഞങ്ങൾ വളർന്നപ്പോഴാണ് അത് കൂടുതൽ മനസ്സിലായത്. ഞാൻ കോളേജ് വിട്ട് കഴിഞ്ഞതിന് ശേഷവും ശ്രീ അയ്യപ്പ പണിക്കരുമായിട്ട് അടുത്ത് പെരുമാറിയിരുന്നു. ആ കാലഘട്ടത്തിലാണ് പണ്ട് അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങളുടെ അർത്ഥം ഞങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ ആ സമയത്ത് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ പിന്നീട് മനസ്സിലായതുപോലെയാണ് ശ്രീ അയ്യപ്പ പണിക്കരെ ഞാൻ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ എബിലിറ്റിയാണ് അതിലേറ്റവും കൂടുതലെന്ന് പറയാം. പക്ഷെ അത് തന്നെയല്ല, ഹി വാസ് വെരി ഹ്യൂമൻ. എല്ലാവർക്കും നന്മ വരട്ടെ എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം നമുക്ക് നൽകിയത്. അപ്പോൾ അങ്ങനെ ഒരു അധ്യാപകൻ എന്ന നിലയിലല്ല, കവി എന്ന നിലയിൽ മാത്രമല്ല, ഒരു മഹത് വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്. എൻ്റെ ഗുരുക്കന്മാരിൽ എല്ലാവരിലും നോക്കുമ്പോൾ അദ്ദേഹമാണ് അങ്ങനെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത്.